ഹലോ യൂട്യൂബ്, വെൽക്കം ടു മാനാൻമെഷീനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫോണിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബഡ്ജറ്റ് ഫോൺ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ലോ ബഡ്ജറ്റ് ഫോൺ എന്ന് തന്നെ പറയാം. ലോ ബഡ്ജറ്റ് ഫോണിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടെയാണ് ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സാംസങ്. ഇപ്പോൾ സാംസങ് അവരുടെ ഒരു എം സീരീസിൽ ഒരു ഫോൺ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. സാംസങ് M01 എന്നാണ് ആ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പർ. ഓക്കെ, അപ്പോൾ സാംസങ്ങിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സാംസങ് എപ്പോഴും അവരുടെ അവരുടെ ഫോണിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല. അപ്പം ഈ ഒരു ഫോണും ഒരു ബേസിക് ഫോണാണെങ്കിൽ കൂടിയും കാണാൻ വളരെ നല്ല രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ സാംസങ് എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള വേറൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. OnePlusഉം അതുപോലത്തുള്ള ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും സാംസങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര തന്നെ മതി സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, എത്രത്തോളം ബെറ്റർ ആണ്, 7500 ഇതൊരു വർത്ത് പ്രോഡക്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറക്കാതെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം. ഓക്കെ, നമ്മുടെ ഫോൺ M01. ഓക്കെ, നമുക്കിതിൻ്റെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് ഫോൺസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു ഫോൺ തന്നെയാണ് M01. പ്രത്യേകിച്ചും സാംസങ് ആണ് ഇതിൻ്റെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ഒരു ചെറിയ സാംസങ്ങിൻ്റെ ഒരു കവറാണ് കാണുന്നത്, ഒരു കേസ്. നമുക്കത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ പൗച്ച് വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പൗച്ചൊന്നും തന്നെ ഇല്ല. ചീപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ പൗച്ചൊന്നും അവർ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൽ നോക്കാൻ നേരത്ത് കുറച്ച് വെൽക്കം നോട്ടും കുറച്ച് ഇൻഫർമേഷനുമാണ്. അത് നമുക്ക് പതുക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫോണൊന്ന് നോക്കാം. ഓക്കെ, ഫോൺ കാണാനൊക്കെ നല്ല ലുക്കാണ്, വലിയ കുഴപ്പമൊന്നുമില്ല ലുക്കിൻ്റെ കാര്യത്തിൽ. നമുക്കപ്പം ഈ ഒരു കവർ ഒന്ന് പീൽ ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, കാണാനൊക്കെ നല്ല സ്റ്റൈലിഷ് തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. ഒരു മാറ്റ് ഫിനിഷാണ് ബാക്കിൽ വരുന്നത്, അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഡബിൾ ക്യാം സെറ്റപ്പ് എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലോഡ് ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ ഒരു പ്രതീക്ഷ വേണ്ട. ഈ നമ്മൾ നേരെ ചാർജറിലേക്ക് വരാൻ നേരത്ത് ചാർജർ ഒരു ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, സാധാ ചാർജറാണ്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു ചാർജിങ് കേബിൾ ഇതിനോടൊപ്പം വരുന്നുണ്ട്. പിന്നെ വലുതായിട്ട് വലിയ അക്സസറീസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂളും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫോണിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചറിനെ പറ്റി ഒന്ന് നോക്കാം. ഫോണിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചർ നോക്കാൻ നേരത്തെ ഒരു ഡബിൾ ക്യാം സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ ക്യാം സെറ്റപ്പും സൈഡിൽ ഒരു പവർ ബട്ടണും പിന്നെ വോളിയം റോക്കേഴ്സും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു USB പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്കും. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫീച്ചർ എന്ന് പറയാനായിട്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ലുക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സിം സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണിത്. അതോടൊപ്പം നിങ്ങൾക്ക് SD കാർഡും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. കാരണം ഇതിൻ്റെ ROM എന്ന് പറയുന്നത് 32 GB ആണ്. അത് പലർക്കും തികയില്ല. 32 GB ഒന്നും ഇന്നത്തെ കാലത്ത് തികയില്ല. നമ്മൾ ഒരുപാട് ആപ്സ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും തികയില്ല. സോ എക്സ്റ്റേണൽ കാർഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ നല്ല ഫീച്ചർ തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 GB റാമും 32 GB റോമുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഈ 32 GB റോം എക്സ്പാൻഡബിൾ ആണ്, അപ് ടു 512 GB വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയർ ക്യാമാണ് വരുന്നത്. റിയർ ക്യാം എന്ന് പറയുന്നത് 13 MB + 2 MB കോമ്പിനേഷനാണ്. ഫ്രണ്ട് ക്യാം വരുന്നത് 5 MB ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh ലിഥിയം-അയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ SDM439 ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ, അതായത് ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് നോക്കാം. ഡിസ്പ്ലേ ടൈപ്പ് പറയുകയാണെങ്കിൽ PLS TFT LCD ഇൻഫിനിറ്റി V-cut ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് LCD ഡിസ്പ്ലേ ആണ്. ആംബ്ലോഡ് ഡിസ്പ്ലേ നിങ്ങൾ ഒരിക്കലും ഒരു ലോ ബഡ്ജറ്റ് ഫോണിൽ പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു M01 സാംസങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ M01 ഏറെക്കുറയുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചർ, അതായത് യൂസ് ചെയ്തത് ഇതിന് എങ്ങനെയുണ്ട് എന്നൊന്ന് വിലയിരുത്താം. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കാൻ നേരത്ത് ഇനിഷ്യലി വേറെ ഒരു തരത്തിലുള്ള ഹാങ്ങോ സ്റ്റക്കോ ഒന്നും തന്നെ ഇല്ല. ഫോൺ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വർക്കാവുന്നത്.
അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ചിലപ്പോഴൊക്കെ ലോ ബഡ്ജറ്റ് ഫോണുകൾ എടുക്കുമ്പോൾ നമുക്ക് ചില സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സാംസങ്ങിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം, അല്ലാതെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ അതിനൊരു നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് ഈ ഒരു ഫോൺ തരുന്നില്ല. ചീപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ അത്രയൊക്കെ പ്രതീക്ഷിക്കാനും നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് എൻ്റെ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സ്ക്രീനിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ കംപ്ലയിൻസും ഇല്ല. നല്ല ഗുഡ് ക്വാളിറ്റി സ്ക്രീനാണ് സാംസങ് LCD ആണെങ്കിൽ പോലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ചെടുക്കാം ഈ ഒരു ഫോണ്. പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ അതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇനിഷ്യലി ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, 7500 രൂപയ്ക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് M01 എന്ന സീരീസിൽ വരുന്ന സാംസങ്ങിൻ്റെ ഈ മൊബൈൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ അവർ വളരെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ഇപ്പോൾ ഇനിഷ്യൽ ഗെയിം കളിച്ചപ്പോൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫ്യൂച്ചർ യൂസിൽ എത്രത്തോളം ഗെയിമിംഗ് സപ്പോർട്ടാണ് ഈ ഫോണെന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ബേസിക് റേഞ്ചിൽ വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തെ യൂസിന് ശേഷം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അങ്ങനെയുള്ള കാര്യമൊക്കെ എത്രത്തോളം ഇത് പെർഫോം ചെയ്യും നല്ല രീതിയിൽ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് നാളത്തെ യൂസിന് ശേഷം ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ സാംസങ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.